ആരുടെയെങ്കിലും പൊളിറ്റിക്കൽ അജണ്ട അത് സംരക്ഷിക്കാൻ വേണ്ടിയാണോ എന്ന് അന്വേഷിക്കണം. അങ്ങനെയാണെന്ന് കണ്ടെത്തിയാൽ അവരെ രേഖകൾ സഹിതം ഹിയറിംഗിന് ഹാജരാക്കിയും ആ വോട്ടുകളെ തിരികെ കയറ്റി ഇവരെ ഇറക്കി വിടാനുള്ള പോരാട്ടത്തിന്, ആ ജനാധിപത്യ പോരാട്ടത്തിന് കരുത്തു പകരുന്ന ഒരു ഇടപെടൽ നടത്താൻ നിങ്ങൾ നിശ്ചയിക്കണം. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടതാൽ ഇതാ പ്രതിജ്ഞ ചെയ്യുന്നു, SIR മേലുള്ള മുഴുവൻ ക്രമക്കേടുകളെയും ബൂത്തിൽ വീടുകളിൽ ചെന്ന് അതിനെ പൊളിച്ച് ഒരു നേരുള്ള വോട്ടർ പട്ടികയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് ഞങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറച്ച പ്രഖ്യാപനം കയ്യടികളോടെ ഈ വേദിയിൽ നേരണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇങ്ങനെയൊന്നും പോരാ, നിങ്ങളുടെ ഉറച്ച സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതികരണം ആ കാര്യത്തിൽ വേണം. നിങ്ങൾ ഇറങ്ങിയേ തീരൂ, മറ്റാരെക്കാളും നിങ്ങൾ ഇറങ്ങിയേ തീരൂ. നിങ്ങൾ ഇറങ്ങിയാലേ അത് നടക്കൂ. കാരണം അവര് നിങ്ങളെ പറ്റി ഇപ്പൊ പറയുന്നത് അത് ഞാളെ മെമ്പറാണ് എന്നുള്ളതാണ്. നിങ്ങളെ പറ്റി അവരിപ്പൊ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ അവരുടേതാണെന്ന് അവരുറപ്പിച്ചിട്ടാണ് ഈ വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ വിജയിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് നേതാക്കന്മാർ ഇവിടെ സൂചിപ്പിച്ചത്. എന്താ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്ലാങ്? എന്താ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ടോണ്? എന്തുകൊണ്ടാണ് കേരളത്തിൽ BJP അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കാത്തത് എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാവും. കാരണം അവരാഗ്രഹിച്ചിട്ടില്ലെങ്കിലും അവരധികാരത്തിൽ വന്നിട്ടില്ലെങ്കിലും അവർക്ക് ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഭരണം നടത്താൻ ഇപ്പോഴുള്ള ഗവൺമെന്റ് തന്നെ മതിയായിരുന്നു എന്നുള്ളത് അവരും തിരിച്ചറിഞ്ഞ വർഷങ്ങളാണ് കടന്നുപോയത്. അതല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് വോട്ടിന്റെ ലാഭക്കണക്കും കൊതിയും കൊണ്ട്, അധികാരത്തിനോടുള്ള കൊതി കൊണ്ട് RSSന്റെ ബാന്ധവം മറന്നീക്കി പുറത്തു വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ ഓരോ ദിവസവും CPIMന്റെ നേതാക്കന്മാരുടെ നാവിൻ തുമ്പിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങള് അധികാരത്തെ സംബന്ധിച്ച് പറഞ്ഞു, നിങ്ങള് ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് പറഞ്ഞു. ഞങ്ങൾ തിരിച്ചിവിടെ കേസ് പറഞ്ഞ മറുപടി ഞങ്ങൾ പറയുന്നു, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് അത് കേരളത്തിലെ ഹിന്ദുവിനും കേരളത്തിലെ മുസ്ലിമിനും കേരളത്തിലെ ക്രിസ്ത്യാനിക്കും കേരളത്തിലെ മതമുള്ളവനും കേരളത്തിലെ മതമില്ലാത്തവനും എന്തിന് നല്ല CPM-കാരന് പോലും ഉറച്ചു വിശ്വസിക്കാൻ കഴിയാവുന്ന നിഷ്പക്ഷത കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് UDFന്റെ ഭരണകാലത്തുണ്ടായിരിക്കുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾ പറയുന്നു. അതേ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് അത് ഇസ്ലാം മതവിശ്വാസിക്കും നീതി ലഭിക്കുന്നതായിരിക്കും, ഇസ്ലാമിസ്റ്റുകൾക്കായിരിക്കില്ല. അത് ഹൈന്ദവന് നീതി ലഭിക്കുന്നതായിരിക്കും, അത് ഹിന്ദുത്വവാദികൾക്കായിരിക്കില്ല. അത് ക്രൈസ്തവനും മറ്റു മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവർക്കും നീതി ലഭിക്കുന്നതായിരിക്കും. ഒരു വരി കൂടെ ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആ പോലീസിന്റെ നിറം, അവരുടെ വേഷത്തിന്റെ നിറം അത് കാക്കിയായിരിക്കും, കാവിയായിരിക്കില്ല എന്നുള്ളതും ഈ വേദിയിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ അധികാരം നിങ്ങൾ പോലീസിനെ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത് എന്നുള്ളത് ഈ ജില്ലക്കാർക്ക് അറിയാം, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷെ വോട്ട് എണ്ണിയപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ലാത്തിയേക്കാൾ കരുത്ത് വോട്ടിനുണ്ട് എന്നുള്ളത് ഈ കോഴിക്കോട്ടെ ജില്ലക്കാരുൾപ്പെടെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. എന്നിട്ട് നാട്ടിലെ ജനങ്ങളെ തമ്മിൽ അങ്ങ് അടുപ്പിക്കുകയാണ്. പച്ചക്ക് 4 വോട്ടിന് വേണ്ടി കഴിഞ്ഞ ശബരിമല കാലത്ത് നിങ്ങൾ മതങ്ങളിലേക്ക് ചുരുങ്ങുമ്പോ ഞങ്ങൾ മനുഷ്യരിലേക്ക് പടരുമെന്ന കവിത എഴുതി വെച്ചവൻ ഇപ്പോ തല തിരിഞ്ഞു നിന്ന് വർഗീയത പറയുന്നത് കാണുന്നത് കേരളം അറിയുന്നുണ്ട് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത്. അതല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് എത്തി നിൽക്കുമ്പോ എന്തിനാണ് ഇടതുപക്ഷത്തിന്റെ പ്രമുഖരായ നേതാക്കൾ വരിയായി നിന്ന് മാറാട് കലാപത്തെ സംബന്ധിച്ച് സമൂഹത്തിലെ ഭിന്നിപ്പുകളെ അതിനെ വീണ്ടും കോലുകൊണ്ട് തോണ്ടി ഉണർത്താനുള്ള ശ്രമം ഈ കേരളത്തിന്റെ മണ്ണിൽ നടത്തുന്നത്? കേരളത്തിൽ ഏത് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാലും ഒരു കലാപവും നടക്കരുതെന്നാണ് UDFന്റെ പ്രവർത്തകരുടെ ആഗ്രഹം, അതിന്റെ നേതൃത്വത്തിന്റെ ആഗ്രഹം, ഈ ജനതയുടെ ആഗ്രഹം. അതല്ലാതെ ഭരണം നിങ്ങളുടെയായിരുന്നു എന്നുള്ളതിന്റെ പേരിൽ കലാപം നടക്കണമെന്നാണോ ഞങ്ങൾ ആഗ്രഹിച്ചത്? ഒരു ഭരണം മാറാനായി എന്ന് പറയുമ്പോഴത്തേക്കും ഭരണമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത അവരായി ഇവര് മാറുകയാണ്.